ദൈവത്തെ അറിയുന്ന ഓരോ ദൈവമക്കളും തികഞ്ഞ ദൈവാലോചനയിൽ കൂടെ വേണം അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ. 33-ാം സങ്കീർത്തനത്തിന്റെ 11-ാമത്തെ വാക്യം, യഹോവയുടെ ആലോചന ശാശ്വതമായും അവന്റെ ഹൃദയവിചാരങ്ങൾ തലമുറ തലമുറയായും നിൽക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദൈവത്തിൻ്റെ ആലോചനയും ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ചിന്തകളും അല്ലെങ്കിൽ ഹൃദയത്തിലെ ആലോചനകളും അത് നിന്റെ ജീവിതത്തിൽ എന്നും നിലനിൽക്കണം. സങ്കീർത്തനക്കാരൻ 1-ാം സങ്കീർത്തനം തുടങ്ങുന്നത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നാം നടക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പം ഒരു ഭക്തൻ ഒരിക്കലും ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കാൻ പാടില്ല, ദൈവത്തിൻ്റെ ആലോചന പ്രകാരം മാത്രമേ നടക്കാവൂ. ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ സങ്കീർത്തനത്തിൽ ഒരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ഞാൻ ആലോചന പറഞ്ഞു തരും. യിരെമ്യാവ് പ്രവചിക്കുകയാണ്, അവൻ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാകും. ഇന്ന് ദൈവവചനം കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നൊരു സന്ദേശം, ജീവിതം വഴിമുട്ടി നിൽക്കുവാണോ, ജീവിതം തടസ്സപ്പെട്ട് കിടക്കുവാണോ, ഇനി എങ്ങോട്ട് മൂവ് ചെയ്യണമെന്ന് അറിയാതെ ഭാരപ്പെടുന്നു, നീ ദൈവത്തോട് ആലോചന ചോദിക്കണം. ദൈവത്തോട് ആലോചന ചോദിച്ചാൽ അത് നിനക്ക് വ്യക്തമായി വെളിപ്പെടുത്തി തരാൻ ഒരുപക്ഷെ നീ ഒരു പ്രവാചകനല്ലായിരിക്കാം, ഒരു ദർശനക്കാരനല്ലായിരിക്കാം, അല്ലെ വലിയ കൃപാവരമില്ലാത്ത ആളായിരിക്കാം. പക്ഷെ ഈ പ്രാർത്ഥനയുടെ ഒരു വലിയ മറുപടി എന്താന്ന് ചോദിച്ചാൽ, നീ ദൈവമേ നിന്റെ ആലോചന വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ഒന്നുകിൽ വചനത്തിലൂടെ, അല്ലെങ്കിൽ സ്വപ്നത്തിലൂടെ, അല്ലെങ്കിൽ മറ്റൊരാളിലൂടെ നിനക്ക് ലഭിക്കേണ്ട ആലോചന കർത്താവ് കൈമാറും. ആരോടൊക്കെയോ കർത്താവ് സംസാരിക്കുക, നീ പോകേണ്ട വഴി ഈ ദിവസങ്ങളിൽ ദൈവം കാണിച്ചു തരും. നിന്റെ കുടുംബത്തിൽ ആരും പോയിട്ടില്ലാത്ത വഴിയെ കൂടെ ദൈവം നിന്നെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക. ഈ ദൈവം നമ്മളെ കൊണ്ടുപോകുന്ന വഴി വ്യത്യസ്തമാണ്. ഇസ്രായേൽ മക്കൾ ചെങ്കടലിന് മുമ്പിൽ എത്തിയപ്പോൾ ഓർത്തു ഇവിടം കൊണ്ട് അവസാനിച്ചെന്ന്. അല്ല, ആ കടലിനെ വഴിയാക്കാൻ കർത്താവിന് കഴിയും. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ കൺമുമ്പിൽ നിൽക്കുന്ന പല തടസ്സങ്ങളും ഒരു തടസ്സം മാത്രമാണ്. ആ തടസ്സത്തിനകത്ത് ദൈവം നിന്നെ നടത്താൻ ഒരു ആലോചന ഇട്ടിട്ടുണ്ട്, ദൈവം നിനക്കൊരു വഴി തുറന്നിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ വിശ്വസിക്കുക, കർത്താവേ എന്നെയും എൻ്റെ കുടുംബത്തെയും അങ്ങയുടെ ആലോചന പ്രകാരം നടത്തണം, അങ്ങയുടെ ഹൃദയ വിചാരങ്ങൾ പോലെ ഞങ്ങളെ ശക്തിയോടെ നടത്തണം എന്ന് ഹൃദയം തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ആലോചനയും ഹിതവും അറിഞ്ഞ് ഓരോ ദിവസവും മുന്നേറുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ ചെയ്യണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. തികഞ്ഞ ദൈവാലോചനയുടെ മുമ്പോട്ട് പോകാം. യേശു വലിയവ ചെയ്യട്ടെ. ഗോഡ് ബ്ലസ് യു.